ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ്. മാർച്ച് 8-നാണ് അവനെ പ്രസവിച്ചത്. എൻ്റെ രണ്ടാമത്തെ പിറന്നാളാണ്. ഒന്നാമത്തെ പിറന്നാൾ ഞാൻ നാട്ടിലില്ലാത്ത കാരണം നടത്താൻ പറ്റിയില്ല. അപ്പോൾ രണ്ടാമത്തെ പിറന്നാൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് കരുതി. അപ്പോൾ ആഘോഷത്തിൻ്റെ ഭാഗമായി തലേ ദിവസം രാത്രി ഞാൻ അവൻ്റെ പേരും ബർത്ത്ഡേ എന്നുള്ളതൊക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി. അപ്പോൾ വളരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് സെറ്റാക്കി. അവിടെ ഡെക്കറേഷനൊക്കെ ഒന്ന് ചെയ്ത് വെച്ചു. അങ്ങനെ കേക്ക് മുറിക്കുന്ന സമയമായപ്പോൾ ഒരു 12 മണിയാകുമ്പോൾ കേക്കൊക്കെ മുറിച്ചു. എല്ലാവരും ആൾക്കാർ അടുത്ത് കുറേ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ വന്നു. അടുത്ത വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെങ്ങന്മാർ വന്നിരുന്നു. സുഹൃത്തുക്കളും കുടുംബക്കാരൊക്കെ കുറച്ച് പേരൊക്കെ വന്നു. അധികം ആൾക്കാരെയൊന്നും വിളിച്ചില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. കേക്ക് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൻ കഴിച്ചൊന്നുമില്ല. ഒരു വായിൽ വെച്ച് കൊടുത്തപ്പോൾ അവൻ കഴിക്കണില്ല. അവനക്ക് അവിടെ കളിക്കാൻ ആൾക്കാർ കുട്ടികളുള്ളവരുണ്ട്, അവരുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു. ഷോക്കേസിലുണ്ടായിരുന്ന കാറും അതൊക്കെ ഓരോ ആൾക്കാർ അവന് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്ന് കൊടുത്താണ്. അതായത് ഈ കാറ്, റിമോട്ട് കാറ് ഒക്കെ അടുത്ത വീട്ടിലുള്ള ആൾക്കാരും ഫ്രണ്ട്സുകളൊക്കെ കൊണ്ടുവന്ന് കൊടുത്താണ്. അവന് റിമോട്ട് കാറൊന്നും ഓടിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ വെച്ച് കളിക്കുകയാണ്. അവൻ്റെ പേരും പറഞ്ഞിട്ട് ഞാനാണ് എടുത്ത് കളിക്കുന്നതൊക്കെ. അത് അവനായിട്ടില്ല, അതുകൊണ്ടാണ് ഇനി കാണിച്ചു കൊടുക്കാമല്ലോ. അതിന് എനിക്കൊരു സന്തോഷം. എൻ്റെ ചെറുപ്പകാലത്തിൽ ബർത്ത്ഡേ ആഘോഷവും ഇല്ല, ഒന്നുമില്ല, സമ്മാനങ്ങളും ഇല്ല. ബർത്ത്ഡേ ആഘോഷിക്കണമെങ്കിൽ സമ്മാനം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആകെയുള്ളത് പെരുന്നാളും മാത്രമേ ഉള്ളൂ. പിന്നെ വിഷു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ വിളിക്കും. അങ്ങനെ പോയിട്ടുള്ള ആഘോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ സമ്മാനങ്ങൾ അങ്ങനെ കിട്ടലില്ല. ഇപ്പം ഞാനും മോനും വണ്ടിയൊക്കെ ഇങ്ങനെ കാറൊക്കെ ഓടിച്ച് കളിക്കുകയാണ്. അവനതിൻ്റെ പിന്നാലെ ഞാൻ റിമോട്ട് അമർത്തുമ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കും. അപ്പോൾ അവന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പുറത്തിറക്കി ഫോട്ടോസൊക്കെ എടുത്തു. സുഹൃത്തുക്കളും കൂട്ടുകാരും അടുത്ത വീട്ടുകാരും എല്ലാവരും കൊണ്ടുവന്ന സമ്മാനങ്ങളെല്ലാം കണ്ടല്ലോ. പിന്നെ കുറേ ഡ്രസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് ഈ കാണുന്നത്. ഇങ്ങനെ രണ്ട് വർഷത്തിന് എന്തായാലും ഡ്രസ്സ് എടുക്കുന്നുണ്ട്. അത്രയും ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.